ഹായ്, എൻ്റെ പേര് സുഭാഷ്. ഞാൻ പാലക്കാട് സ്വദേശിയാണ്. ഈ കഴിഞ്ഞ ഓഫീസ് അറ്റൻഡർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ഓഫീസ് അറ്റൻഡറിൽ 14ാമത്തെ റാങ്കാണ് എനിക്കുള്ളത്. നിലവിൽ ഞാൻ കമ്പനി ബോർഡ് LGSൻ്റെ OA ആയിട്ട് KSFയിൽ വർക്ക് ചെയ്യാണ്. ഇതുകൂടാതെ തന്നെ എനിക്ക് വേരിയസ് LGS, ഇടുക്കി വേരിയസ് LGS, പത്തനംതിട്ട വേരിയസ് LGS എല്ലാം 2ാം റാങ്ക് 3ാം റാങ്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനൊരു എൻട്രിയുടെ ഗോൾഡ് ബാച്ച് സ്റ്റുഡൻ്റാണ്. നിലവിൽ LDCയുടെ പാലക്കാട് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെയും പോലെ തന്നെ ഒരു ചുമ്മാ ഇരിക്കുന്ന സമയത്ത് PSC എന്നുള്ളൊരു രീതിയിൽ കടന്നു വരലും പിന്നീട് അതൊരു ലക്ഷ്യമായി മാറുകയും ചെയ്തൊരു ആളാണ് ഞാൻ. കൊറോണയ്ക്ക് ശേഷം ഒരു ചെറിയൊരു ആയിട്ടുള്ളൊരു സ്ട്രെസ് വന്ന സമയത്താണ് ശരി ഇനി എന്തായാലും PSC നേടിയേ പറ്റുള്ളൂ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത്. അതിനുശേഷമാണ് PSC വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുകയും അതും ജോലി ചെയ്തുകൊണ്ടാണ് പഠിച്ചു തുടങ്ങിയത്. ജോലി സമയങ്ങളിലെല്ലാം ഇയർഫോൺ വെച്ചിട്ട് ക്ലാസ് കേട്ടുകൊണ്ട് പഠിച്ചൊരു സ്റ്റുഡൻ്റാണ് ഞാൻ. എൻട്രിയുടെ ക്ലാസ്സുകളെല്ലാം നമുക്ക് മിനിമൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുള്ളൊരു ഓപ്ഷൻ ഉള്ള കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തും ഇയർഫോണ് വെച്ചിട്ട് ഓരോ ക്ലാസ്സസ് ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കും. പിന്നീട് അത് റിവിഷൻ ചെയ്യാൻ വേണ്ടി വീണ്ടും കേട്ടുകൊണ്ട് പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്. ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പ്രിലിംസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യായിരുന്നു. അതിനുവേണ്ടി ടെക്സ്റ്റ് ബുക്കുകളെല്ലാം മാക്സിമം റെഫർ ചെയ്ത് പഠിച്ചു. ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളൊരു രീതി തന്നെ നമ്മൾ ഓരോ ഭാഗങ്ങൾ വായിക്കുന്ന സമയത്തും PSC ഇതിൽ നിന്ന് ഏത് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിച്ചത് കാരണം പ്രിലിംസുകളെല്ലാം എനിക്ക് വളരെ ഈസി ആയി തുടങ്ങി. അതിനുശേഷം അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിലിംസുകളും പാസ്സാകാൻ പറ്റി. അതിനുശേഷമാണ് മനസ്സിലായത് ഇനി മെയിൻസിന് ഈ ഒരു പ്രിലിംസ് എന്നുള്ളൊരു മെത്തേഡ് പോരാ, അതിന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ സിലബസ് അനുസരിച്ച് മാർക്ക് അനുസരിച്ച് പഠിക്കാൻ തുടങ്ങി. അതായത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് തുടങ്ങിയവയ്ക്കെല്ലാം നല്ല മാർക്കുകൾ തരാം. അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തു. പിന്നെ മാർക്ക് കുറഞ്ഞവയ്ക്കെല്ലാം അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് പ്രിലിംസിന് ശേഷം പിന്നെ മെയിൻസ് ആ ഒരു ക്രാക്ക് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു സിലബസ് ഒന്ന് ക്രാക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് വിജയം നേടാൻ പറ്റിയത്. ഞാൻ നിലവിൽ കുറേയധികം റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ OA ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ്. അതിൽ 14ാമത്തെ റാങ്കാണ് ഉള്ളത്. കമ്പനി ബോർഡ് LGSൻ്റെ റാങ്ക് ലിസ്റ്റിലുണ്ട്. കൂടാതെ വേരിയസ് ആയിട്ട് ഞാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാംസ് എല്ലാം എഴുതാറുണ്ട്. അതിൽ വേരിയസ് LGSൽ പത്തനംതിട്ടയിൽ 3ാമത്തെ റാങ്കാണ്, ഇടുക്കിയിൽ 2ാമത്തെ റാങ്കാണ്. അതുപോരാതെ 10th ലെവൽ എക്സാംസ് ആയിട്ട് ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ 2 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാം 25, 40 അത്രയധികമുള്ള റാങ്കുകളാണ് ഉള്ളത്. അതുകൂടാതെ തന്നെ അറ്റൻഡർ പോസ്റ്റിലുണ്ട്. ഇങ്ങനെ LGS ലെവലും 10th മെയിൻസ് ആ ലെവലിലാണ് ഇപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉള്ളത്. ഞാൻ ഡിപ്ലോമ സ്റ്റുഡൻ്റ് ആയതുകാരണം ഡിഗ്രി ഇല്ലാത്ത കാരണം ഡിഗ്രി ലെവൽ എക്സാംസ് ഒന്നും ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇനി ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ട് ഡിഗ്രിയിലെ എക്സാംസ് കൂടെ ട്രൈ ചെയ്യണം എന്നാണ് ഒരു ആഗ്രഹം. ഞാൻ ആദ്യം PSCയിലേക്ക് കടന്നു വരുന്ന തന്നെ എൻട്രി ആപ്പ് എടുത്തുകൊണ്ടായിരുന്നു. എല്ലാ ആളുകളെ പോലെ തന്നെ തുടക്കത്തിൽ ആപ്പ് എടുക്കുന്നു, ക്ലാസ്സുകൾ എന്നുള്ളത് നേരെ കാണാതെ ആ ഒരു രീതിയായിരുന്നു. പിന്നീട് വളരെ സീരിയസ് ആയിട്ട് PSCയെ നോക്കി കാണാൻ തുടങ്ങിയപ്പോൾ എൻട്രി തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എൻട്രി തന്നെയാണ് എൻ്റെ ആദ്യത്തെ ഓപ്ഷനും. എൻട്രി എടുത്ത് തുടങ്ങി. പിന്നീട് റെഗുലറായിട്ട് എൻട്രിയുടെ Day 1, Day 2 അങ്ങനെയുള്ള ക്ലാസ്സുകൾ കണ്ട് പെർഫെക്റ്റ് ആയിട്ട് ആ ടൈം ഷെഡ്യൂൾ ഫോളോ ചെയ്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് എനിക്ക് ഈ ഓൾമോസ്റ്റ് എല്ലാ റാങ്ക് ലിസ്റ്റിലും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എഴുതിയിരുന്ന എല്ലാ എക്സാംസും പാസ്സാകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് LDC എന്നൊരു മോഹം മനസ്സിലുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് എൻട്രിയുടെ തന്നെ ഒരു ഗോൾഡ് ബാച്ച് എടുക്കുകയുണ്ടായി. വിനി മിസ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗോൾഡ് ബാച്ച് ആയിരുന്നു. വിനി മിസ് ആ ഗോൾഡ് ബാച്ചിലേക്ക് വന്ന ശേഷം വളരെയധികം എനിക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് എൻ്റെ പേഴ്സണലായിട്ട് എനിക്കുണ്ടായിരുന്നത്. കാരണം വിനി മിസ്സിൻ്റെ ടൈം ടേബിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫെയർ എന്നുള്ളവ ഡെയിലി ക്ലാസ്സസിൻ്റെ പോരാതെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി വിനി മിസ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം PYQs എല്ലാം ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് ആ ഭാഗങ്ങളെല്ലാം കുറച്ചുകൂടി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാൻ വിനി മിസ്സിൻ്റെ ഗോൾഡ് ബാച്ച് കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻട്രിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാംസ് അപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മുൻവർഷ ചോദ്യങ്ങളെല്ലാം എളുപ്പം നമുക്ക് ഒരു ക്ലിക്കിൽ തന്നെ കിട്ടും. അതാണ് എനിക്ക് എൻട്രിയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു ഫീച്ചർ. എനിക്ക് ഇനിയിപ്പോൾ PSC പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കണം. അതിനുശേഷം റിവിഷൻ ചെയ്തിരിക്കണം. അത് നിങ്ങളുടെ
ഏത് രീതിയിലുള്ള മെത്തേഡ് ആണെങ്കിലും കുഴപ്പമില്ല, റിവിഷനാണ് മസ്റ്റ്. നമ്മളൊരു കാര്യം പഠിക്കുക, അതിൻ്റെ രീതിയിൽ അത് നമ്മുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ റിവിഷൻ എന്തായാലും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ജോലി വേണം, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ പഠിക്കുക, ആ ലക്ഷ്യം മനസ്സിൽ വെച്ച് പഠിക്കുക. അല്ലാതെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ചുമ്മാ PSC പഠിക്കുകയാണെന്നതിനേക്കാൾ നമ്മൾ ആ ലക്ഷ്യം നേടിയേ പറ്റും. അതിനിടയിൽ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വരും ലൈഫിൽ. അത് സ്കിപ്പ് ചെയ്തിട്ട് ലക്ഷ്യം നേടിയ ശേഷം നമുക്ക് എല്ലാ നമ്മുടെ ആഗ്രഹങ്ങളും നേടാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജോലി ചെയ്ത് പഠിക്കുന്നവർക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾക്കൊരു ജോലി ചെയ്യുക എന്നുള്ളത് ഒരു ഒഴിവായിട്ട് നമ്മൾ കാണരുത്. ആ ജോലി ചെയ്യുന്ന സമയത്തും നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം എവിടെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ഞാനൊക്കെ ജോലി സ്ഥലത്തേക്ക് ബൈക്കിൽ പോകുന്ന സമയത്ത് പോലെ ഇയർഫോൺ വെച്ചിട്ട് ക്ലാസ് കേട്ടിട്ട് പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് ജോഗ്രഫി അത്തരത്തിലുള്ള ക്ലാസ്സുകളൊന്നും കാണാൻ പറ്റില്ലല്ലോ. അത് കാരണം കറണ്ട് അഫെയർ പോലുള്ളവ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് വീണ്ടും വീണ്ടും ആ ക്ലാസ്സിന് ഒരു 2 തവണയെങ്കിലും കേൾക്കും. അത് കാരണം അപ്പോൾ നമുക്കത് റിവിഷൻ ആയ പോലെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ സമയം, ഒരു ടൈം പീരീഡ് നമ്മൾക്കറിയാം, നമ്മൾ ഏത് സമയത്ത് ഏതാണ് ചെയ്യുക എന്നുള്ളത്. അത് ചെയ്ത് അതിൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഒരു ടൈം ഷെഡ്യൂൾസ് ഒക്കെ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി ചെയ്യുകയാണെങ്കിലും ഇനി വീട്ടിലിരിക്കുന്നവരാണെങ്കിലും എങ്ങനെയായാലും നമുക്ക് ജോലി നേടാൻ സാധിക്കുന്നതാണ്. അതിൽ എൻട്രി നല്ലൊരു ഓപ്ഷൻ കൂടെയാണ്. 2025 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവലായിട്ട് വിവിധ തരത്തിൽ എക്സാംസുകൾ വരുന്നുണ്ട്. യൂണിഫോം പോസ്റ്റസ് വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. ഈ എക്സാംസിനെല്ലാം ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഒരു ആശംസ അറിയിക്കുന്നു.